കഴിഞ്ഞ 4 ദിവസങ്ങൾ ബഹ്റിനിൽ ജീവിക്കുന്ന നമ്മൾക്കേവർക്കും മറക്കാനാവാത്ത ദിവസങ്ങളായിരുന്നു. ചില അനിഷ്ട സംഭവങ്ങൾ നമ്മളെ ആശങ്കയിലാക്കി. വീട്ടിലിരുന്നാലും ജോലിസ്ഥലത്ത് പോയാലും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഈ രാജ്യത്തെയും കുറിച്ചുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഇവിടെ ജീവിക്കുന്ന നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. പക്ഷേ ബഹ്റിൻ നമ്മെ ഒരുമിച്ച് കൂട്ടിയൊരു നാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് നമ്മുടേതായി തോന്നുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും പ്രാർത്ഥിച്ചു, ഒരുമിച്ച് സംസാരിച്ചു, പരസ്പരം ധൈര്യം നൽകി. ആ ഐക്യം തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി. ഇന്നലെയും ഇന്നുമൊക്കെ തോരാതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക അനുഭവം പോലെ തോന്നി. സാധാരണ ഒരു മഴയായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ വിഷമം കഴുകിക്കളയുന്നത് പോലെ, പ്രകൃതി നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് പോലെ. പ്രയാസങ്ങൾ വരും, പക്ഷേ അത് ശാശ്വതമല്ല. ഇത്തരം സമയങ്ങളിൽ ഭരണകൂടം സുരക്ഷയ്ക്ക് മുൻഗണന നൽകി വേഗത്തിൽ നടപടികൾ എടുത്തത് നമ്മൾ കണ്ടു. വ്യക്തമായ അറിയിപ്പുകൾ നൽകി ജനങ്ങളെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിച്ചു. ജനങ്ങളും ഭരണകൂടവും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ഉണ്ടാകുന്നത്. നമുക്കും ഉത്തരവാദിത്തങ്ങളുണ്ടേ. അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതെ, തെറ്റായ വാർത്തകൾ പങ്കുവയ്ക്കാതെ ശാന്തത പാലിക്കുക. കുടുംബത്തോടും സുഹൃത്തുക്കളോടും ധൈര്യം പങ്കിടുക. പ്രയാസ സമയങ്ങളിൽ ഒരാൾ മറ്റൊരാൾക്ക് കൈത്താങ്ങാകുക. ഈ മഴ പെയ്ത ദിവസം നമ്മോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: ഇരുട്ടിന് ശേഷം പ്രകാശമുണ്ടാകും, ആശങ്കയ്ക്ക് ശേഷം ആശ്വാസവും ഉണ്ടാകും. കൂടുതൽ നന്ദിയോടും ഐക്യത്തോടും കരുതലോടും നമുക്കങ്ങ് മുന്നോട്ട് പോകാം. സമാധാനം നമ്മുടെ കൂടെയുണ്ട്, പ്രതീക്ഷയും നമ്മുടെ കൂടെയുണ്ട്. നമ്മളും അതിനോടൊപ്പം മുന്നോട്ട് പോകുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.